ഗൈസ് എന്റെ വാപ്പിച്ചിട്ട് ഒരു പ്രത്യേകത പറയട്ടെ. അതുണ്ടല്ലോ, ലൈസൻസ് ഇല്ലാത്തോണ്ട. ലൈസൻസ് ഉള്ളവന്മാർക്ക് വീഡിയോവില്ല. ഭയങ്കര വലിയ വണ്ടിപ്രാന്തനായിരുന്നു. ഞാൻ പേസ് ചെയ്തിട്ടുണ്ട്. 2 മാസം തേങ്ങയുടെ ഉണ്ട എവിടെയെങ്കിലും വിളിച്ചോണ്ട് പോവാ ചെറുക്കന്. എന്തൊരു ചെറുക്കനാണ്. എന്താ ആച്ചി വണ്ടി ഓടിക്കാറില്ല ആച്ചി, എന്തുവാടാ? ഹലോ മൈ ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പത്രിടാൻ പോയപ്പം കൊലമഞ്ഞായിരുന്നു ഗൈസ്. മഞ്ഞെന്ന് പറഞ്ഞാൽ കൊലമഞ്ഞ്, ഒന്നും കാണാൻ പോലും പറ്റണില്ലായിരുന്നു ഗൈസ്. അമ്മാതിരി മഞ്ഞുകളായിരുന്നു. അവിടെ ഒരു ടവറൊക്കെ ഒക്കെ ഉണ്ട്, അത് കാണാൻ പറ്റത്തില്ല. അങ്ങനെ പത്രമൊക്കെ ഇട്ട് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആച്ചി വന്നിരിക്കുന്നു ഗൈസ്. എനിക്കൊരു ചായ മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആച്ചി വന്നിരിക്കുന്നു. പക്ഷേ വണ്ടി ഞങ്ങളെ ചതിച്ചു ഗൈസ്. ഞങ്ങൾ മൂഞ്ചിപ്പോയി അവിടെ ഗൈസ്. അങ്ങനെ വണ്ടി സ്റ്റാർട്ടാൻ നോക്കിയപ്പം സ്റ്റാർട്ടായില്ല ഗൈസ്. അപ്പം ആച്ചി എന്നോട് പറഞ്ഞു 2-3 വീഡിയോസ് എടുത്ത് തരുവാടാ, ചുമ്മാ സ്റ്റോറി ഇടാനാന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് 2-3 വീഡിയോസ് ഒക്കെ എടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ കൈ വിട്ടപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. അത് കഴിഞ്ഞ് ഞാൻ വണ്ടി കുറച്ച് നേരം ഓടിച്ചു ഗൈസ്. നൈസ് വണ്ടിയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടികൾ ഇങ്ങനെ ഓടിക്കാൻ. ആൾക്കാരൊക്കെ നോക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സുഖമൊക്കെയാണ്. പക്ഷേ വണ്ടിക്ക് കുറച്ച് പണികളുണ്ട്. പക്ഷേ റെഡിയായി കിട്ടിയ സൂപ്പർ വണ്ടിയാണ് ഗൈസ്. അച്ചി, വണ്ടി, ഞാൻ. മഴ വീണ്ടും. കാലാവസ്ഥ നമുക്ക് അനുകൂലല്ലോ. അനുകൂലല്ല ആച്ചി, മറ്റേതിന്റെ പേരുണ്ടടാ. പ്രതികൂലമല്ല, അതിനാൽ നമ്മൾ പ്രതികൂലം. അനുകൂലം നല്ലത്, പ്രതികൂലം കാലാവസ്ഥ അനുകൂലമായ കാലാവസ്ഥ പ്രതികൂലമായ പ്രതികൂലം എന്നൊക്കെ പറയണം. പൊട്ട നമുക്കെതിരെ പ്രതിരോധം അല്ല. കാലാവസ്ഥ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോവാണ്. അർജന്റ്. അതെ. ടർക്കിയൊക്കെ ഉണ്ട്. ടർക്കിയുണ്ട്, ഞാനുണ്ട്. ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലോ. ഓടിച്ചോ. അയ്യോ അമ്മാ, മൂഞ്ചി പുഞ്ചി ആച്ചി. എന്താ ആച്ചി വണ്ടി ഓടിക്കാറില്ല ആച്ചി, എന്തുവാടാ ആച്ചി, എന്തുവാടാ ആച്ചി, എന്തുവാടാ? ഗൈസ്, എന്നെ വീട്ടിൽ ഇരിക്കാൻ സമ്മതിക്കില്ലാത്തൊരുത്തനെ കാണിച്ചിട്ടെ ഞാൻ. വീട്ടിൽ ഇരുത്തത്തില്ല എന്നെ. കാണിച്ചിട്ടാവേ. കണ്ട ഗൈസ്, വീട്ടിൽ ഇരുത്തത്തില്ല ഗൈസ്. എവിടെയെങ്കിലും വിളിച്ചോണ്ട് പോവാ ചെറുക്കന്. എന്തൊരു ചെറുക്കനാണ്. പിന്നെ പോയ ചായ എന്തെങ്കിലുമൊക്കെ എനിക്ക് മേടിച്ചരും. പൊറോട്ട ഇവിടെ ഉണ്ടായി. രാവിലെ ചായ കുടിക്കാൻ പോയുള്ളൂ. അതിനൊന്ന് കിടന്ന് കുറച്ചൊന്ന് ഉറങ്ങാന്ന് വിചാരിച്ചിരുന്നപ്പോ അതിനിടയിൽ പിന്നെ വിളിക്കട്ടെ പൊറോട്ട കഴിക്കാൻ പോകുന്നു. പിന്നെ കാണാം ഒരു വീഡിയോ. എന്തുവല്ലേ ഇങ്ങനത്തെ ഒരു കൂട്ടുകാരൻ എന്തായാലും നിങ്ങക്ക് ഉണ്ടാവും അല്ലേ? എന്താ ആച്ചി പറയാനുള്ളേ? ലൈഫ് എന്തിനുള്ള ആച്ചി? ലൈഫ് ഫുഡ് കഴിക്കാനുള്ളതും ജിമ്മിൽ പോകാനുള്ളതും. ആകെ 1 മാസം പോയി. 1 മാസം പോലും അവനിപ്പോ പോയിട്ടില്ല. 2 മാസം തേങ്ങയുടെ ഉണ്ട 2 മാസം പോലും പോയിട്ടില്ല. എന്നിട്ട് അവൻ വലിയ ജിമ്മിന്റെ വലിയ ആള്. ഇവനും അതെ, ചിമ്പൂനും അതെ, അൽസാബത്തും അതെ, ശശി അതെ. ഞാനും ജിമ്മിൽ പോകാൻ പോയി. കുളിച്ച എണ്ണൊക്കെ തിരിച്ചിട്ടുണ്ടോ? ബ്യൂട്ടി ആയില്ലേ? പൊറോട്ട തീർന്നെങ്കിൽ ആച്ചി നിന്നെ ഞാൻ കൊല്ലും. ഞാൻ മാമാർത്ത് ചോദിച്ചു നോക്കാം. എനിക്ക് ആധാർ കാർഡ് ഒന്ന് ശരിയാക്കി കൊടുക്കണം. ആധാർ കാർഡും PSC ഞാൻ PSC ചെയ്തിട്ടുണ്ട്. PSC ചെയ്താൻ പോവാണ് കഴിച്ച. ചിരി വിഴുങ്ങാനാ PSC. 1 ഡേ ഒരു നാൾ PSC ആധാർ. എടാ ഞാൻ പറഞ്ഞ PSC ആധാർ എന്തോ ലിങ്ക് ആണ്. ആ അക്ഷയിലും പോണം. ഓക്കെ. ബൊലീറോ കാണുമ്പോഴേ പേടിയാ. ബൊലീറോ എവിടെയെങ്കിലും ഒരു വളവിലല്ല ബൊലീറോ ഉണ്ടെങ്കിൽ അതുണ്ടല്ലോ, ലൈസൻസ് ഇല്ലാത്തോണ്ട. ലൈസൻസ് ഉള്ളവന്മാർക്ക് പേടിയാവൂല. ഓ പൊറോട്ടയൊക്കെ കഴിക്കുമ്പോ 72 സെക്കൻഡ് നമ്മൾ ചവിച്ചോണ്ടിരിക്കണം. അതെന്തിനാ? അങ്ങനെയാണ് ശരിക്കും ദഹന പ്രക്രിയ നടക്കത്തുള്ളൂ. ആരുടെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെ ജിമ്മിന്ന് വല്ല കിട്ടുന്നതാണ് ഇതൊക്കെ. അല്ലല്ല, 75 സെക്കൻഡ് നമ്മൾ ചവച്ചോണ്ടിരിക്കുന്നത്. അതൊക്കെ ജനറൽ നോളജാണ്. തേങ്ങ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഒരു റീൽ എടുക്കാന്ന് പ്ലാൻ ഇട്ട ഗൈസ്. ശരിക്കും ഞാൻ ഇത് പ്ലാൻ ഇല്ലായിരുന്നു ഗൈസ്. തൗഫീഖാനെ ജസ്റ്റ് കണ്ടു. ഞങ്ങളിങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു റീലാണ്. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങ് എടുക്കുകയും ചെയ്തു. പക്ഷേ നൈസ് സാധനമാണെന്ന് തോന്നുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പോയി നമ്മുടെ ഇൻസ്റ്റ കയറി കാണട്ടാ.
അപ്പം ഞാനും വാപ്പിയും കൂടി പറമ്പിൽ പോവുകയാണ് ഗൈസ്. കുറേ നാളായി പറമ്പിൽ പോയിട്ട്. വാപ്പി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയിട്ട് കുറേ നാളായി പറമ്പിൽ പോവുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ഈ വളങ്ങളൊക്കെ എടുത്ത് നേരെ അവിടെ ഒരു റൂമുണ്ട്, അവിടെ കൊണ്ട് വെക്കാനാണ് പോണത്. ഭായിമാർ ഇന്നില്ല, ലീവാണ്. അപ്പോൾ അവരുള്ള ദിവസം മരുന്നടിക്കാൻ വേണ്ടിയാണ് അത് കൊണ്ടുപോയി അവിടെ വെക്കുന്നത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പതുക്കെ പണികൾ തുടങ്ങി ഗൈസ്. ഞാനും വാപ്പിച്ചിയും ചാക്ക് ചുമന്ന് തുടങ്ങി. 3 വെച്ചപ്പോൾ തന്നെ ഞാൻ മടുത്തു. അയ്യോ ഗൈസ്, അങ്ങനെ പണികൾ പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുന്നു. വാപ്പി പിന്നെയും ചുമക്കാൻ പോണു, ഞാനും ദേ ചുമന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും 16 ചാക്കുകളുണ്ട്, അതിനകത്തിന് 5ാമത്തെ എത്തിയിട്ടുള്ളൂ ഗൈസ്. ഇത് മടുക്കാൻ സംഭവം എന്നാണെന്നറിയാമോ? അവിടെ എന്ന് പറഞ്ഞാൽ വണ്ടി താഴെ ഇട്ടേക്കണേ. ഇതാണ് എന്തെങ്കിലും സാധനങ്ങളും അങ്ങനത്തെ സംഭവങ്ങൾ വയ്ക്കാനുള്ള സംഭവം. ഇത് കണ്ട, ഈ കയറ്റം കയറി വന്നു, അതുപോലെ ഇറങ്ങി പോകുന്നു. അപ്പം ആ ചാക്കും തലയിൽ വെച്ചിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ മടുക്കും. അയ്യോ, ഇപ്പം എത്രയാ? 6 ഞാൻ പൊക്കി. ഇങ്ങോട്ട് ടാർ ചെയ്യണം ഗീസ്. ടാറോ അല്ല കോൺക്രീറ്റ് എന്തെങ്കിലും ചെയ്യണം ഇനി, ഇവിടെ മുതൽ അവിടം വരെ. എന്നാലാണ് വണ്ടി ഇങ്ങനെ കയറി വരുള്ളൂ. ഇപ്പം മഴയും പെയ്ത് വണ്ടിയും കയറി വരില്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് ചുമന്ന് ഇവിടെ വരെ വന്നും. അതാണ് ടാസ്ക് ഗൈസ്. കുറേ നാളായി ഞാൻ ഇങ്ങനെ പണിഞ്ഞിട്ടത്. മേലെ നീങ്ങി ഒരു അതിരി എന്തെങ്കിലും പണിയൊക്കെ ചെയ്തിട്ട് കുറേ നാളായി. കുറേ നാളാന്ന് വെച്ചാൽ ഒത്തിരി നാളൊന്നും ആയില്ല, ഒരു 2 മാസം അല്ല 1 മാസമൊക്കെ ആയി. അതൊക്കെ നമ്മൾ എടുത്തോണം, അല്ലെങ്കിലും എടുക്കൂട്ടാ. ഞാൻ മറ്റേ കൂലിയുടെ ട്രെയിലർ റിയാക്ഷൻ ചെയ്യാന്ന് വിചാരിച്ചിട്ട് സമയം കിട്ടില്ല. ചിലപ്പോൾ ഇടുമായിരിക്കും, ചിലപ്പോൾ ഇടൂലായിരിക്കും. സമയം നോക്കിട്ട് അങ്ങനെ കഴിഞ്ഞു ഗീസ്. കഴിഞ്ഞു. ഗൈസ്, എൻ്റെ വാപ്പിച്ചിട്ട് ഒരു പ്രത്യേകത പറയട്ടെ. പറമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്നോട് പറയും പറമ്പിൽ നിന്ന് വരാൻ പറയും. അപ്പം എനിക്ക് മടിയായിരിക്കും ചില നേരം. എന്നിട്ട് ഞാൻ വരും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ ഇന്ന് ഇവിടെ ഈ പണി മാത്രമേ ഉള്ളൂ എന്ന് പറയും എന്നോട്. എന്നിട്ട് ഞാൻ പറയും, വാപ്പി താമസിച്ചല്ലേ വാപ്പി വരുള്ളൂ, എന്തൊരു നല്ല വാപ്പിന് വൈകുന്നേരം വരുള്ളൂ, അല്ലെ അങ്ങനെ. അതൊക്കെ ഞാൻ പറയും, ഒരു മടിയൊക്കെ പിടിച്ച് വാപ്പി താമസിക്കും അങ്ങനെയൊക്കെ പറയും. അവർ വെക്കുന്ന തന്നെ വരും. നീ കണ്ടോ, ഒരു 2 മണിക്കൂറത്തെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന. ഇപ്പൊ ഞാൻ വന്നിട്ട് 4 മണിക്കൂർ എത്രയായി. അതാണ് എന്താല്ലേ, അതങ്ങനെയാണ് ചില വാപ്പന്മാര്. ഗുഡ്. അങ്ങനെ ഞങ്ങൾക്കൊരു ചക്ക കിട്ടിയിരിക്കുന്നു ഗേസ്. ഒരു കുഞ്ഞിച്ചക്ക ഉണ്ട ഗേസ്. അപ്പൊ പോവുകയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇത് എന്നു പറയണേ. എല്ലാരും എൻ്റെ ഇടുക്കിക്കാരാണ്, അപ്പം ചക്ക എന്നായിരിക്കും. അപ്പൊ ഞാൻ തിരിച്ചു വന്നത് ഒരു സ്കൂട്ടിയിലാണ്, എന്റെ വെല്ലാപ്പച്ചിയുടെ വണ്ടിയിലാണ് ഞാൻ വന്നത്. വെല്ലാപ്പച്ചിക്ക് സ്കൂട്ടികളും മറ്റേ കാറും ഓട്ടോറിക്ഷ ഒക്കെ ഉണ്ട്. ഭയങ്കര വലിയ വണ്ടിപ്രാന്തനായിരുന്നു. അപ്പൊ വാപ്പി പുറകിലുണ്ട് ഓട്ടോയില്, ഞാൻ പിന്നെ സ്കൂട്ടി ഓടിച്ചോണ്ട് വന്നു. അത്ര നേരം കുഴപ്പമില്ല, എന്നിട്ട് വേഗം ഒരു മഴ പെയ്തു ഗൈസ്. അത് ഭയങ്കര ഒരു അതിരി എന്നാ പറയാ, ഉഫ് ഗൈസ്. അതുപോലെ തന്നെ എൻ്റെ കൊച്ചാപ്പ ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, താറ്. അപ്പം ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ പ്ലാൻ ഇരിക്കണേ. അപ്പം അതിനെപ്പറ്റി ഇപ്പം എന്തായാലും ഒന്നും പറയണില്ല. അപ്പം ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തന്നാണ്. ഞാനിത് സ്റ്റോറി ഒരു ദിവസം ഇട്ടായിരുന്നു, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കൂടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, അത്രേ ഉള്ളൂ.